നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കീം പരീക്ഷാഫലത്തിൽ ശാസ്ത്രീയ ഫോർമുലയാണ് സർക്കാർ അവലംബിച്ചതെന്നും എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്നും മന്ത്രി ആർ ബിന്ദു. മാധ്യമങ്ങൾ കോടതിയാകേണ്ട എന്നും മന്ത്രി. പ്രവേശന നടപടികൾ തുടങ്ങി. ഈ മാസം 16 വരെ അപേക്ഷ നൽകാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന്. കീമിൽ അടുത്ത വർഷം മാറ്റം വരുത്താൻ സർക്കാരിന് CPM നിർദ്ദേശം. തിരുവനന്തപുരത്ത് എൻട്രൻസ് കമ്മീഷണറെ തടഞ്ഞ് KSU. കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിൽ. രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിച്ചതിൽ VCക്ക് വിശദീകരണം നൽകി സുരക്ഷാ ഓഫീസർ. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്ത VCക്കെതിരെ പ്രതിഷേധിച്ച് SFI. സർവകലാശാലകളിൽ കാവ്യവൽക്കരണമെന്ന MV ഗോവിന്ദൻ. BJPക്ക് പുതിയ സംസ്ഥാന ഭാരവാഹികൾ. 4 ജനറൽ സെക്രട്ടറിമാർ. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, S സുരേഷ് എന്നിവർ ജനറൽ സെക്രട്ടറിമാർ. 10 വൈസ് പ്രസിഡന്റുമാർ. ഷോൺ ജോർജും R ശ്രീലേഖ IPSും BJPയുടെ നേതൃനിരയിലേക്ക്. ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ വിമർശനം ശക്തമാകുമ്പോൾ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. പരസ്യ പ്രസ്താവന വിലക്കി. അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തെ അവഗണിക്കും. നടപടി വേണമെന്ന് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ. നെഹ്റു കുടുംബത്തിനെതിരായ തരൂരിന്റെ ലേഖനം പരമാവധി പ്രചരിപ്പിച്ച് BJP. മോദി സ്തുതി തുടർന്ന് തരൂർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടൽ തേടിയുള്ള ഹർജികളിലെ വിവരങ്ങൾ അറ്റോർണി ജനറലിന്റെ ഓഫീസിന് കൈമാറി. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ഹർജിയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. നിമിഷപ്രിയയുടെ മോചനത്തിന് 1 കോടി നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ. വാർത്തകൾ വിശദമായി നോക്കിയാൽ കീമുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കീം റാങ്ക് ലിസ്റ്റിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മന്ത്രി ആർ ബിന്ദു. കുട്ടികൾക്ക് തുല്യനീതി ഉറപ്പാക്കാനാണ് പുതിയ ഫോർമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അതും പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ ഫോർമുല സ്വീകരിച്ചതെന്നും മന്ത്രി പറയുന്നു. കൂടുതൽ ചോദ്യങ്ങളോട് ക്ഷുഭിതയായ മന്ത്രി മാധ്യമങ്ങൾ കോടതിയാകേണ്ട എന്നും പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും തുല്യനീതി ലഭിക്കണമെന്ന ലക്ഷ്യമാണ് കീം റാങ്ക് പട്ടികയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കഴിഞ്ഞ തവണ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് 35 മാർക്ക് കുറഞ്ഞു. ഇത് അനീതിയാണ്. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ ഫോർമുല സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അതായത് കീം പരീക്ഷയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലും 35 മാർക്ക് കുറവാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത് അതിനുള്ള വേരിയസ് ആയിട്ട് പല ഫോർമുലകളും നമ്മൾ ആലോചിച്ചു. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ച കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഒരു ഫോർമുലയെ അവലംബിച്ചത്. സർക്കാരിന് നിബന്ധനകളിൽ മാറ്റം വരുത്താമെന്ന് പ്രോസ്പെക്ട്സിലെ നിബന്ധനകളുണ്ടായിരുന്നു. സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും നഷ്ടമുണ്ടാകരുതെന്ന് കരുതി ചെയ്ത കാര്യമാണ്. ഇനിയും അഡ്മിഷൻ വൈകാൻ പാടില്ലെന്ന് കരുതിയാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്തുവിട്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. 2011 മുതൽ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. അതേസമയം വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. മാധ്യമങ്ങൾ കോടതിയാകേണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. നേരത്തെ മാറ്റാമായിരുന്നില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. വലിയ കോടതിയാവണ്ട. അമൃത ന്യൂസ്, കൊച്ചി. കീം പരീക്ഷയിൽ അടുത്ത തവണ ഉചിതമായ തിരുത്തൽ നടത്താൻ സർക്കാരിന് CPM നിർദ്ദേശം നൽകിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരള സിലബസുകാർ കീം പരീക്ഷ റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ഇത്തവണത്തേത് അനുഭവപാഠമാകണമെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പ്രായോഗികമായില്ല. അപ്പോൾ നമുക്ക് അത് മുൻകൂട്ടി, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി മുൻകൂട്ടി ആലോചിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി
അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്ക് നമുക്ക് കേരളത്തിലെ കുട്ടികളുടെ കേരള സിലബസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ കുട്ടികളുടെ താല്പര്യത്തിന് കൂടി ഉതകുന്ന രീതിയിൽ. അതേസമയം കീമിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയതിൽ സർക്കാരാണ് ഉത്തരവാദിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വിദ്യാർത്ഥികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖല നാഥനില്ലാത്ത അവസ്ഥയിലാണെന്നും ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്ന് KSU. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു മന്ത്രിയുണ്ടോ എന്ന് പോലും സംശയമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കീം പ്രതിസന്ധി വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടു. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും SFI നിലപാട് പറയുന്നില്ല എന്നും KSU കുറ്റപ്പെടുത്തി. കേരളത്തിലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നീറുന്ന പ്രശ്നമായി കീമിന്റെ പരീക്ഷാ ഫലവും അതിനെ തുടർന്ന് ശേഷമുണ്ടായ കോടതി വിധിയും എല്ലാം മാറുകയാണ്. ഇവിടെ പരീക്ഷാ റിസൾട്ട് വരുമ്പോൾ രാവിലെ 1ാം റാങ്കുകാരനായ വിദ്യാർത്ഥി വൈകുന്നേരമാകുമ്പോൾ ചിത്രത്തിലും പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് വിദ്യാർത്ഥികളെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് ആക്കുകയാണ്. ഇതാണോ കേരളത്തിലെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്പർ 1 വിദ്യാഭ്യാസ കേരളം അല്ലെങ്കിൽ വികസിത കേരളം എന്നത് നമ്മൾ ഒരു ചോദ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ കേരളത്തിലെ ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു മന്ത്രിയുണ്ടോ എന്ന പോലും ഒരു സംശയം നമുക്കിടെ എല്ലാം മുൻപിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി കെടുകാര്യസ്ഥിതിയുടെ കൂത്തരങ്ങായി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മാറിയിരിക്കുന്നു. ഇവിടുത്തെ വിഷയങ്ങളെപ്പറ്റി പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനോ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ തയ്യാറാകുന്നില്ല. ഇത് കേരള സർവകലാശാലയിൽ ഫയൽ നീക്കം സ്തംഭിപ്പിച്ച് VC രജിസ്ട്രാർ പോര്. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സർട്ടിഫിക്കറ്റ് വിതരണവും അഫിലിയേഷനും ഉൾപ്പെടെ അനിശ്ചിതാവസ്ഥയിലാണ്. 2 രജിസ്ട്രാർമാർ അധികാരം ഉപയോഗിക്കുമ്പോൾ സർവകലാശാലയിലെ ഭരണം നിശ്ചലമാവുകയാണ്. VCയും ഗവർണറും ഒരു ഭാഗത്തും രജിസ്ട്രാറും സിൻഡിക്കേറ്റും സർക്കാരും മറുഭാഗത്തും നിലയുറപ്പിച്ചതോടെയാണ് കേരള സർവകലാശാലയിൽ ദിവസങ്ങളായി തുടരുന്ന പോര് ഭരണസ്തംഭനത്തിലേക്ക് കടന്നത്. 2 രജിസ്ട്രാർമാർ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഫയൽ നീക്കം പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുന്നു. KS സനൽകുമാർ സിൻഡിക്കേറ്റിന്റെ പിൻബലമുള്ളതിനാൽ രജിസ്ട്രാറുടെ കസേരയിൽ തുടരുകയും ഈ ഫയലുകൾ ഒപ്പിട്ട് നൽകുകയും ചെയ്തു. എന്നാൽ സസ്പെൻഷനിലായ രജിസ്ട്രാർക്ക് ഫയൽ ഒപ്പിടാൻ അധികാരമില്ല എന്ന് കാട്ടി VC മോഹനൻ കുന്നുമ്മൽ തിരിച്ചയച്ചു. അതേസമയം രജിസ്ട്രാറായി നിയമിച്ച മിനി കാപ്പൻ നിരവധി ഫയലുകൾ ഒപ്പിട്ടയക്കുകയും VC അത് തുടർ നടപടികൾക്കായി അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ ആർക്കാണ് രജിസ്ട്രാറുടെ അധികാരമെന്ന കാര്യത്തിൽ ഹൈക്കോടതിയും വ്യക്തമായ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഉന്നതരുടെ അധികാര തർക്കത്തിൽ തുലാസിലാകുന്നത്. കുട്ടികളുടെ പ്രവേശനവും അഫിലിയേഷനും സർട്ടിഫിക്കറ്റ് ഒപ്പിടലും അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്നു. ഇതിനിടെ സർവകലാശാലയിലെത്തിയ രജിസ്ട്രാർ KS സനൽകുമാറിനെ തടയാൻ കഴിയാത്തതിൽ സുരക്ഷാ ഓഫീസർ VCക്ക് വിശദീകരണം നൽകി. വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് പ്രവേശിച്ചുവെന്നാണ് വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖല തകർന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജ്ഭവനും സർക്കാരിനും തമ്മിലുള്ള പ്രശ്നം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ആരോഗ്യരംഗത്തെ വീഴ്ചകൾക്കെതിരായ സമരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനാണ് SFI ഉപയോഗിച്ച് സർവകലാശാലകളിൽ സമരം നടത്തുന്നത്. VD സവർക്കർ എന്ന പ്രയോഗം ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും VD സതീശൻ പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെയാണ് ഇവർ തകർത്തിരിക്കുന്നത്. അത് ചോദിച്ചപ്പോഴാണ് എന്തിനാണ് SFI യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സമരാഭാസം നടത്തുന്നത്? നിങ്ങൾ രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയാണെങ്കിൽ രാജ്ഭവനിൽ പോയി സമരം നടത്ത്. യൂണിവേഴ്സിറ്റിയിൽ ജോലിയെടുക്കുന്ന അധ്യാപകരെ എന്തിനാണ് നിങ്ങൾ തല്ലിയത്? ക്രിമിനലുകൾ എന്തിനാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്ന പിള്ളേരെ തല്ലിയത്? എന്തിനാണ്? ഗവർണർക്കെതിരായിട്ടുള്ള സമരമാണെങ്കിൽ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മർദ്ദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവ എന്ത് സമരമാണ്? ആരോഗ്യരംഗത്ത് നടക്കുന്ന സമരത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് SFIക്കാരെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുകയാണ് CPM നേതൃത്വം. ആരോഗ്യരംഗത്തെ സമരം ഒന്നും അവസാനിക്കില്ല. കാരണം അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമാണ്, വളരെ പ്രധാനപ്പെട്ട സമരമാണ്.
ഈ സർവകലാശാലകളിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വൈസ് ചാൻസലർമാരെ കൂടി ഈ നീക്കത്തിനായി കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുകയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VC-മാർ സർവകലാശാലകളിലെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കി സർവ്വാധികാരികളെ പോലെ പെരുമാറുന്നുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സർവകലാശാല മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാരെ കൂടി ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. ഇവർ നിശ്ചയിക്കുന്ന വൈസ് ചാൻസലർമാർ തന്നെ സംഘപരിവാർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികളായിട്ട് മാറുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ സാധാരണ നിലയിൽ ആരും കാണാത്ത പുതിയ പ്രവണതയാണ്. കേരള സർവകലാശാലകളിലൊക്കെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കാവ്യവൽക്കരണ പ്രക്രിയക്കും അതിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലർമാർ ഭരണഘടനാപരമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് വിദ്യാർത്ഥി സമരങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. വിദ്യാഭ്യാസ മേഖല അക്രമത്തിന്റെ മേഖലയായി മാറുകയാണോ എന്ന് സംശയമുണ്ടെന്ന് കത്തോലിക്ക ബാവ പറഞ്ഞു. ഒരു ഭ്രാന്താലയത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുവെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഇനി മറ്റു വാർത്തകൾ നോക്കിയാൽ BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആന്റണി, S സുരേഷ് എന്നിവരാണ് 4 ജനറൽ സെക്രട്ടറിമാർ. 10 വൈസ് പ്രസിഡന്റുമാരെയും തീരുമാനിച്ചു. V മുരളീധരൻ പക്ഷത്തെ തഴഞ്ഞുകൊണ്ടാണ് പുതിയ ടീം പ്രഖ്യാപനം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ പുനഃസംഘടനയാണിത്. സംസ്ഥാന നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിലടക്കം മേധാവിത്വം ഉണ്ടായിരുന്ന V മുരളീധരൻ, K സുരേന്ദ്രൻ വിഭാഗത്തിന് പുതിയ പട്ടിക കനത്ത തിരിച്ചടിയാണ്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം പട്ടികയിൽ നൽകിയിട്ടുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർക്ക് ജനറൽ സെക്രട്ടറിമാരുടെ പദവി നൽകിയപ്പോൾ R ശ്രീലേഖ EPS, ഷോൺ ജോർജ് എന്നിവരുൾപ്പെടെ 10 പേർക്ക് വൈസ് പ്രസിഡന്റുമാരുടെ ചുമതല നൽകി. തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ V മുരളീധരനെയും K സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ മുരളീധരൻ പക്ഷത്തിന് വേണ്ട പരിഗണന നൽകാതെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിമാരായ S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരായാണ് കണക്കാക്കപ്പെടുന്നത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ കൃഷ്ണദാസ് പക്ഷത്തുള്ളവരുമാണ്. ഈ കൃഷ്ണദാസിനാണ് ട്രഷററുടെ ചുമതല. 2026 തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയുടെ പുതിയ ചുവടുമാറ്റം. ന്യൂസ് ഡെസ്ക് അമൃത TV. ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ വിമർശനം ശക്തമാകുമ്പോൾ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തെ അവഗണിക്കും. എന്നാൽ മോദി സ്ഥിതി തുടരുകയാണ്. തരൂർ, നെഹ്റു കുടുംബത്തിനെതിരായ തരൂരിന്റെ ലേഖനം പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ്. തരൂരിനോട് വിശദീകരണം തേടണമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചോദ്യം ചെയ്യണമെന്നും ആവശ്യമുയർന്നിരുന്നു. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്നതായിരുന്നു സംസ്ഥാന നേതാക്കളുടെ നിലപാട്. ശശി തരൂരിനെതിരെ വിമർശനവുമായി K മുരളീധരൻ ഇന്നും രംഗത്തെത്തി. തരൂർ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ഒന്നുകിൽ കോൺഗ്രസിന് വിധേയനാവുക, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതല്ല ഇതിനോടൊന്നും സഹകരിക്കാൻ വയ്യെങ്കിൽ ജനങ്ങൾ ഏൽപ്പിച്ച ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇഷ്ടമുള്ള തീരുമാനം അദ്ദേഹത്തിനെടുക്കാം. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് നേടിയാണ് തരൂർ വിജയിച്ചത്. ഇതുവരെയുള്ള നിലപാടുകൾ തിരുത്തണമെന്നും മുരളീധരൻ പറഞ്ഞു. നേതാക്കൾ വിമർശനങ്ങൾ തുടരുമ്പോഴും തരൂരിന്റെ മോദി സ്തുതികളെയും അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തെയും കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുകയാണ്. തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. അതിനിടെ തരൂരിന്റെ മോദി പ്രശംസ തുടരുകയാണ്. ശക്തമായ ദേശീയതയാണ് BJP ഭരണത്തിൽ പ്രതിഫലിക്കുന്നതെന്നും കേന്ദ്രീകൃത ഭരണത്തിൽ BJP വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും തരൂർ പറയുന്നു. ലണ്ടനിലെ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത്. എന്നാൽ തരൂരിന്റെ മോദി സ്തുതികളെയും അടിയന്തരാവസ്ഥ ലേഖനത്തെയും വലിയ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.
ശശി തരൂരിന്റെ നടപടികൾ AICC ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA. തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ AICC കൈക്കൊള്ളുമെന്നും തരൂരിന്റെ എക്സ് പോസ്റ്റിന്റെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് എന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. അതേസമയം PV അൻവറുമായുള്ള സഹകരണം സംബന്ധിച്ച് ഇതുവരെയും ചർച്ച നടന്നിട്ടില്ല എന്നും അൻവർ ഇല്ലാതെ തന്നെ മലപ്പുറത്തടക്കം പാർട്ടി ശക്തമാണ് എന്നും KPCC അധ്യക്ഷൻ കോട്ടയത്ത് പറഞ്ഞു. അത് മാധ്യമങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ ആരെയും മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സംഘടനയെ ശാക്തീകരിക്കാനാണ്. ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്തുണ്ടാകും. അന്നേരം ഔദ്യോഗികമായിട്ട് അറിയിക്കും. അല്ലാതെ വരുന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. വിതൗട്ട് ഒതന്റിക്കേഷൻ ഇല്ലാതെ, അതോറിറ്റി ഇല്ലാത്ത വാർത്തകൾ കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും. ആരെങ്കിലും കോട്ട് ചെയ്യാൻ ഇപ്പൊ പറഞ്ഞോ, സണ്ണി ജോസഫ് പറഞ്ഞോ, വിഷ്ണുനാഥ് പറഞ്ഞോ, വാഴക്കൻ പറഞ്ഞോ, ആരും പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയ സമയത്ത് യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017 കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടിയാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. വിദേശകാര്യ മന്ത്രാലയത്തെ എതിർകക്ഷിയാക്കി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി സമർപ്പിച്ചത്. വധശിക്ഷ നടപ്പാക്കുന്നത് തടയണമെന്നും ഇതിന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് പ്രധാന ആവശ്യം. ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ വിവരങ്ങൾ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിക്ക് കൈമാറിയിട്ടുണ്ട്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹർജി. എന്നാൽ $10 ലക്ഷം ദിയാദനം കുടുംബത്തിന് നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ നേരത്തെ അറിയിച്ചിരുന്നത്. ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്കായി ധാരണാപത്രം ഒപ്പുവച്ച് കുവൈറ്റും ഇന്ത്യയും. കുവൈറ്റ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റും ഇന്ത്യയുടെ ആന്റി മണി ലോണ്ടറിംഗ് ബ്യൂറോയും തമ്മിലായിരുന്നു കരാർ. ആഗോള സാമ്പത്തിക ഇന്റലിജൻസ് യൂണിറ്റുകളുടെ ഏകോപന സംഘമായ എഗ്മോൺ ഗ്രൂപ്പിന്റെ സമ്മേളനത്തിന് ശേഷമായിരുന്നു ധാരണാപത്രം ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനും അതുവഴി സാമ്പത്തിക കുറ്റാന്വേഷണത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളും പങ്കാളിത്ത സംവിധാനങ്ങളും വ്യാപിപ്പിക്കാനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. GCC രാജ്യങ്ങളിലെ പ്രവാസി നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് സൗദി ഓഹരി വിപണിയിൽ നേരിട്ട് വ്യാപാരം നടത്താനുള്ള അനുമതിയായി. രാജ്യത്തെ ഓഹരി വിപണിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കാനും പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളുമായി ഒത്തുപോകാനും ലക്ഷ്യമിട്ട് പുതിയ ഭേദഗതികൾ സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയാണ് പ്രഖ്യാപിച്ചത്. പുതിയ ഭേദഗതി അനുസരിച്ച് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ താമസിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റർ പദവി നേടേണ്ട ആവശ്യമില്ലാതെ തന്നെ സൗദി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഓഹരികളിൽ നേരിട്ട് നിക്ഷേപിക്കാം. ഗൾഫ് രാജ്യങ്ങളിലെ താമസ കാലാവധി അവസാനിച്ച ശേഷവും വിദേശ നിക്ഷേപകർക്ക് അവരുടെ സൗദി ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ നിലനിർത്താനാകും. ഓഹരി ക്രയവിക്രയം തുടരാനും ഈ ഭേദഗതികൾ അനുവദിക്കുന്നു. ബഹ്റൈനിൽ ഭൂരിഭാഗം പ്രവാസികളുടെയും ശരാശരി പ്രതിമാസ വരുമാനം 200 ദിനാറിൽ താഴെ എന്ന റിപ്പോർട്ട്. സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ബഹ്റൈനികളും പ്രവാസികളും തമ്മിലുള്ള ശമ്പളത്തിന്റെ അന്തരം 3 ഇരട്ടിയിലധികമാണെന്നും റിപ്പോർട്ട് പറയുന്നു. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ 4% പേർക്ക് 1000 ദിനാറിൽ കൂടുതൽ ശമ്പളമുള്ളത്. അതേസമയം സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന 21% ബഹ്റൈനികൾക്കും 1000 ദിനാറിൽ കൂടുതൽ പ്രതിമാസ ശമ്പളമുണ്ട്. ബഹ്റൈനി തൊഴിലാളികൾക്ക് പ്രതിമാസം ശരാശരി 871 ദിനാർ ശമ്പളം ലഭിക്കുമ്പോൾ പ്രവാസി തൊഴിലാളികൾക്ക് 271 ദിനാർ മാത്രമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ 5000 ദിനാറിൽ താഴെയുള്ള പൗരന്മാരുടെ കടങ്ങൾ കുവൈറ്റ് സർക്കാർ ഏറ്റെടുക്കുന്നു. 400-ലേറെ കുവൈറ്റി പൗരന്മാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കടക്കണിയിൽ കുടുങ്ങിയ പൗരന്മാരുടെ ബാധ്യതകൾ തീർപ്പാക്കാനായി നടത്തിവരുന്ന 3ാമത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്.
കടബാധിതരായ വ്യക്തികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സ്ഥാപിച്ച ഉന്നതാധികാര സമിതിക്ക് കീഴിൽ 6 സാങ്കേതിക നിയമ വിഭാഗമാണ് പ്രവർത്തിക്കുന്നത്. ഈ വിഭാഗമാണ് പട്ടിക തയ്യാറാക്കിയത്. ഗുണഭോക്താവ് കുവൈത്തി പൗരനായിരിക്കണമെന്നും 2023-ലും 2024-ലും നടത്തിയ കടബാധ്യതകൾ തീർപ്പാക്കാനുള്ള 2 പ്രചാരണ പരിപാടികളിൽ നിന്നും പ്രയോജനം ലഭിക്കാത്തവരായിരിക്കണമെന്നുമാണ് പ്രധാന വ്യവസ്ഥ. വേനലവധി ആരംഭിച്ചതോടെ കുവൈറ്റിൽ ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെയുള്ള പരിശോധനകൾ ശക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 37 കൗമാരക്കാരെ ജുവനൈൽ പ്രോസിക്യൂഷന് കൈമാറി. ട്രാഫിക് പെട്രോൾ വിഭാഗത്തിന്റെ പ്രതിവാര കണക്കുകൾ പ്രകാരം 18,741 ട്രാഫിക് നിയമലംഘന നോട്ടീസുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തിറക്കിയത്. 46 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും 57 വാറണ്ടുള്ള വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൂടാതെ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ കണ്ടെത്തിയ 3 പേരെയും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്ന 22 പേരെയും താമസ നിയമങ്ങൾ ലംഘിച്ച 116 പേരെയും കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു വാർത്ത നോക്കിയാൽ രാത്രിയിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇടാത്തതിന്റെ പേരിൽ UAE-യിൽ കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ടത് 30,000-ലേറെ വാഹനങ്ങൾ. UAE-യിലെ വിവിധ എമിറേറ്റുകളിലായാണ് ഇത്രയധികം വാഹനങ്ങൾക്ക് പിഴശിക്ഷ ലഭിച്ചത്. ദുബായിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ പിഴ ലഭിച്ചത്. ഇരുട്ടാകുന്നതിന് മുൻപ് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇടണമെന്നാണ് നിയമം. തെരുവ് വിളക്കുകൾ ഉള്ളതിനാൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഇടാതെ യാത്ര ചെയ്തവർക്കാണ് പിഴ ലഭിച്ചത്. 500 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ഹെഡ്ലൈറ്റ് ഇടാതെ രാത്രിയിൽ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ. വാഹനങ്ങളുടെ ടെയിൽ ലൈറ്റുകളും ഇൻഡിക്കേറ്ററുകളും പ്രവർത്തനക്ഷമമല്ലെങ്കിൽ 400 ദിർഹം പിഴയും 2 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. മറ്റു വാർത്തകൾ നോക്കിയാൽ കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ PMSSY ബ്ലോക്കിലേക്ക് സ്റ്റാഫ് നഴ്സുമാരെ ഏജൻസി മുഖാന്തരം നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ 2026 ജനുവരി 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ സംസ്ഥാന സർക്കാർ പുറം കരാർ നിയമനത്തിന് ഉത്തരവിറക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGN രംഗത്തെത്തിയത്. പുതിയ PMSSY ബ്ലോക്ക് കേന്ദ്ര സർക്കാരാണ് നിർമ്മിച്ചതെങ്കിലും കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമനം നടത്താൻ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരാണ്. പുറം കരാർ നിയമനത്തിനെതിരെ നേരത്തെ കോൺഗ്രസ് ആണ് രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവമുള്ള KGN ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘടന ഇത് കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടന ഇപ്പോഴും തിരിച്ചറിയുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ നിയമനത്തിനുള്ള ശ്രമം നടക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയ വിഷയത്തിലാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGN പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. ഇടത് സർക്കാരിനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നടപടിയുണ്ടായിട്ടില്ലെന്ന് KGN നേതാക്കൾ പറയുന്നു. KGN മാർച്ച് ഉദ്ഘാടനം ചെയ്തതാവട്ടെ CITU സംസ്ഥാന കമ്മിറ്റി അംഗം M ഗിരീഷും. നവോദാരവൽക്കരണ നയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അത് തീരെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ സർക്കാർ ഏറ്റവും കൃത്യമായി ആരോഗ്യ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തി സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ ഈ നയങ്ങളെല്ലാം തലയിൽ പേറിയിട്ടുള്ളവർ ആ നയം നടപ്പിലാക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തുകയാണ്. കെട്ടിടം കേന്ദ്രത്തിൻ്റെതാണെങ്കിലും പുറം കരാറിന് ഉത്തരവിറക്കിയ സംസ്ഥാന സർക്കാർ ഈ വിഷയം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഷാർജയിൽ 1.5 വയസ്സുകാരി മകളെയും യുവതിയെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി മരിച്ച വിഭജികയുടെ കുടുംബം. വിഭജികയെ കൊലപ്പെടുത്തിയതെന്ന അമ്മ വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നു. ഷാർജയിൽ മലയാളി യുവതിയെയും 1.5 വയസ്സുള്ള മകളെയും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും മകൾ വൈഭവിയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്നാണ് വിഭജികയുടെ കുടുംബം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിഭജികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, നമുക്ക് പോകാൻ ഇടമില്ല എന്നറിയാം, കുഞ്ഞുള്ളത് കൊണ്ട് ഞാനും പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല എന്നറിയാം. അത് മുതലെടുക്കുന്നു, സിമ്പിൾ, അത്രേ ഉള്ളൂ. എന്താ ചെയ്യാ? മരണത്തിൽ ദുരൂഹതയാരോപിച്ച് UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി.
അപ്പൊ അവളെ അത്രത്തോളം അവന്റെ പെങ്ങക്ക് കണ്ടൂടെ. അവന്റെ പെങ്ങക്ക് വേണ്ടിയാ സാറ് ചെയ്തല്ല, അവന് വേണ്ടി അല്ല ചെയ്ത്. എനിക്ക് നല്ല പോലെ അറിയാം. എന്റെ മോക്ക് എന്റെ മോളെ എന്റെ മോക്ക് ഇത് സംഭവിക്കത്തില്ലായിരുന്നു സാറേ. അതിന് നല്ലൊരു ജോലി കിട്ടിയത് പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞാദ്യം. അവനെ കൊണ്ട് ആ ജോലിയും കളയിച്ച്. ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ആക്രമിച്ചിരുന്നുവെന്നും മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്നും വിഭജികയുടെ അമ്മ പറയുന്നു. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമെന്ന് വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം മരണകാരണം ഷാർജ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം 16-ന് നാട്ടിലെത്തിക്കാനാകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അമൃത ന്യൂസ്, കൊല്ലം. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ച് മക്ക പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണർ സഊദ് ബിൻ മിഷൽ രാജകുമാറിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കബാലയം കഴുകി. മക്ക ഹറംകാര്യ വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ പനിനീരും ഊദ് ഓയിലും സുഗന്ധങ്ങളും കലർത്തിയ സംസം വെള്ളം ഉപയോഗിച്ചാണ് കബാലയത്തിന്റെ ഉൾവശം കഴുകിയത്. ഈ വെള്ളത്തിൽ കുതിർത്ത തുണി ഉപയോഗിച്ച് കബാലയത്തിന്റെ ചുമരുകൾ തുടയ്ക്കുകയും ചെയ്തു. ഹജ്ജ് ഉംറ മന്ത്രിയും ഹറംകാര്യ വകുപ്പ് മേധാവിയുമായ ഡോക്ടർ തൗഫീഖ് അൽ റബിയയും നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. UAE-യിലെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഹിറ്റ് FM-ന് 21-ാം പിറന്നാൾ. 2004-ലാണ് അറബ് മീഡിയ ഗ്രൂപ്പിന്റെ ഭാഗമായി മലയാളം റേഡിയോ ഹിറ്റ് FM നിലവിൽ വന്നത്. ഒരു മാസം നീണ്ട വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രസകരമായ ഗെയിമുകളും ആക്ടിവിറ്റികളുമാണ് ഹിറ്റ് FM ശ്രോതാക്കൾക്കായി ഒരുക്കിയത്. അവതാരകനും നടനുമായ മിഥുൻ രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹിറ്റ് FM-ന്റെ പിന്നണിയിലുള്ളത്. നടി നൈല ഉഷ, അർഫാസ് ഇക്ബാൽ, ജീൻ മാർക്കോസ്, മായ കർത്ത, നിമ്മി, ഡോണ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്നതാണ് RJ സംഘം. മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ ഷാബു കിളിത്തട്ടിലും RJ ഫസലുവും ആണ് വാർത്താ വിഭാഗത്തെ നയിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് അനിശ്ചിതകാലത്തേക്ക് മാറ്റി. സംരക്ഷണ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ചരിത്രത്തിൽ ആദ്യമായി ISL മുടങ്ങിയിരിക്കുന്നത്. ദേശീയ ഫുട്ബോൾ ഫെഡറേഷനും FSDL-ഉമായുള്ള കരാർ ഡിസംബറിൽ അവസാനിക്കാനിരിക്കുകയാണ്. പക്ഷേ ഇത് പുതുക്കാനുള്ള നീക്കങ്ങളൊന്നും IFF-ന്റെ നേതൃഭാഗത്ത് നിന്നും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ടൂർണമെന്റിന്റെ നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ISL മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. അവർ ഇക്കാര്യം AIFF-നെയും ക്ലബ്ബുകളെയും രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് YouTube കാണുക.